ഇത് മൈസൂർ രാജാവായിട്ടുള്ള ഹൈദരലി 1766 പണികഴിപ്പിച്ച ഈ കോട്ട പിന്നീട് പിടിച്ചടക്കിയിട്ടുള്ള ബ്രിട്ടീഷുകാർ പുനരുദ്ധരിച്ചതാണ് കേട്ടോ. ഒരുപാട് വീരകഥകൾ ഉറങ്ങുന്ന ഈ കോട്ട ഇന്ന് ഇന്ത്യൻ പുരാവസ്തു വകുപ്പാണ് കേട്ടോ സംരക്ഷിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നന്നായി സംരക്ഷിക്കുന്ന കോട്ടകൾ ഒന്നാണ് കേട്ടോ ഈ കോട്ട. ഈ കോട്ടയ്ക്ക് അകത്തൊരു ചെറിയ ഹനുമാൻ ക്ഷേത്രം ഉണ്ട് കേട്ടോ. വളരെ ചെറിയൊരു വിഗ്രഹമാണ് ഇതിലുള്ളത്. കിഴക്കോട്ട് ദർശനം നൽകുന്ന ഹനുമാനാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ആ ഹനുമാന് വടമാല ചാർത്തുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഉപദേവതയായിട്ട് ഗണപതി മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ കോട്ട പുരാതന കാലം മുതൽക്കേ നിലനിന്നിരുന്നു എന്നാണ് കേട്ടോ വിശ്വസിക്കുന്നത്. ഈ കോട്ടയുടെ മൈതാനം മുന്നേ ടിപ്പു സുൽത്താൻ ആനകളും കുതിരകളും ഒക്കെ ലയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇതിന് ഇപ്പോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റ്സിനും എക്സിബിഷനും പൊതുസമ്മേളനത്തിനൊക്കെ ആയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ജലകിടങ്ങളും മിന്നലേശ ചാലകങ്ങളും നിരീക്ഷണ ഭാഗങ്ങളും കുളവും ജയിലും ക്ഷേത്രവും കൽമണ്ഡലവും തുടങ്ങി നിരവധി കാര്യങ്ങൾ ഈ കോട്ടയ്ക്കകത്ത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. പാലക്കാട് ജില്ലയിലെ ഹൃദയ ഭാഗത്താണ് കേട്ടോ ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് പാലക്കാട് കോട്ടയെന്നും ടിപ്പു സുൽത്താൻ്റെ കോട്ടയെന്നും ഒക്കെ പറയാറുണ്ട്. ഇതിനകത്ത് പ്രവർത്തിച്ചിരുന്ന